നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വർഗീയത. വർഗീയത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൽ വർഗീയമായി ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് വർഗീയത? പലരും പലതരത്തിൽ അതിന് ഡെഫിനിഷൻ കൊടുത്തേക്കാം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ അത് വളരെ നല്ലൊരു നിർവചനമായിട്ട് തോന്നി. അവിടുന്ന് പറഞ്ഞത്, സ്വന്തം ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിന് ആരാണോ അവനാണ് വർഗീയവാദി. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് മുസ്ലിം പേരുകാരായതുകൊണ്ട് അതിനെ ഏതെങ്കിലും മുസ്ലിം പിന്തുണക്കുന്നുണ്ടെങ്കിൽ, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ വർഗീയവാദിയാണ്. ബാബരി മസ്ജിദ് തകർത്തത് ഹിന്ദു പേരുകാരായതുകൊണ്ട് അതിനെ ഏതെങ്കിലും ഹിന്ദുക്കൾ പിന്തുണക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വർഗീയവാദിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബാമിയൻ പ്രതിമകൾ താലിബാൻ തകർത്തു കളഞ്ഞു. താലിബാൻ മുസ്ലിം പേരുകാരായതുകൊണ്ട് ഈ ബുദ്ധപ്രതിമകൾ തകർത്തത് ഏതെങ്കിലും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ വർഗീയവാദിയാണ്. ആസിഫ എന്ന പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ചാണ് ഒരാഴ്ചയോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ച് തലക്കടിച്ചു പോകുന്നത്. ആ ക്രൂരകൃത്യം ചെയ്ത ഹിന്ദുക്കളാണ്, ഹിന്ദു പേരുകാരാണ്. അതുകൊണ്ട് അതിനെ ഏതെങ്കിലും ഹിന്ദു ന്യായീകരിക്കുകയും അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വർഗീയവാദിയാണ്. പഹൽഗാമിൽ ഹിന്ദുവാണോ എന്ന് ഉറപ്പുവരുത്തിയാണ് അവിടെ ഹിന്ദു സഹോദരങ്ങളെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. ആ കൊലയാളികൾ മുസ്ലിം പേരുകാരാണ് എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, അതിനെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പിന്തുണക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വർഗീയവാദിയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ആരാണ് വർഗീയവാദി എന്ന് മനസ്സിലാവും. ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, ആ കുറ്റകൃത്യത്തെ നമ്മുടെ ആളുകളാണ്, നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് ആ കുറ്റകൃത്യം ചെയ്യുന്നത് എന്ന കാരണം കൊണ്ട് അതിനെ അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വർഗീയവാദിയാണ്. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്താണ് വർഗീയത? വർഗീയവാദി ആരാണ്?